പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പെൺകുട്ടികളുടെ സ്കൂൾ യൂണിഫോമിൻ്റെ ഒരു ടോപ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഇതിവിടെ കാണിക്കുന്നത്. ഇത് യൂണിഫോമിൻ്റെ തുണിയല്ല, ഇത് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു തുണി എടുത്തതാണ്. അപ്പോൾ നമുക്കിത് നോക്കാം, അളവുകൾ നോക്കാം. ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കാം. മുപ്പത്താറിഞ്ചാക്കാൻ വേണ്ടി അത് ഇവിടെ വയ്ക്കാം. നമുക്ക് വരയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 1 ആണ് വേണ്ടത്, 32 ഇഞ്ചാണ് വേണ്ടത്. അതിന് നമ്മൾ 4 ആക്കി വയ്ക്കുമ്പോൾ 8 കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 8ൻ്റെ കൂടെ നമ്മളൊരു 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 10 ഇഞ്ച് വെക്കണം. 10 ഇഞ്ച് നമുക്ക് ഇവിടെ വയ്ക്കാം. അങ്ങനെ താഴേക്കിട്ട് വരയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ തോൾ വീതി 6.5 ഇഞ്ചാണ് വേണ്ടത്. നമുക്ക് താഴോട്ട് വരയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ കഴുത്തിറക്കം വേണ്ടത് 5 ഇഞ്ചാണ്. നമ്മൾ മുന്നും പിന്നും ഒരേപോലെ തന്നെയാണ് വെട്ടുന്നത്. ഇതിൻ്റെ കഴുത്തിറക്കം നമുക്ക് 5 ഇഞ്ച് അടയാളപ്പെടുത്താം. നമുക്കൊന്ന് വരയാം. തടിയുള്ള കുട്ടികളാണെന്ന് വെച്ചാൽ തോൾ വീതി ഒരു 7 ഇഞ്ചൊക്കെ വെക്കണം. നമുക്ക് കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ച് വെക്കണം. ഇതിങ്ങനെ ഒന്നിട്ട് വരയ്ക്കാം. നമുക്കിതിന് കൈക്കുഴി 6.5 ഇഞ്ച് വെക്കണം. നമ്മൾ തടിയുള്ള കുട്ടികളാണെങ്കിൽ 7 ഇഞ്ച് വെക്കണം. നമുക്കിതിങ്ങനെ ഇവിടെ അടയാളപ്പെടുത്താം. നമുക്കിതിന് ഷേപ്പ് വരയ്ക്കണം. ഈ കൈക്കൂടിയിട്ട് ഷേപ്പ് വരയ്ക്കണം. ഇനി നമ്മൾക്ക് മുകളിൽ നിന്ന് ഇവിടെ 13.5 ഇഞ്ച് താഴ്ത്തിയിട്ട് വരയ്ക്കാം. ഇത് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പതിമൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇനി അത് ഇതുപോലെ ഒന്നും കൂടെ വരയ്ക്കുക. ഇവിടെ നമ്മൾ ഷേപ്പ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടത്തേതിൽ നിന്ന് 1 ഇഞ്ച് ഇവിടെ കുറച്ചെടുക്കാം. ഇനി നമുക്കിവിടെ ഷേപ്പ് വരയ്ക്കാം. ഇവിടെ താഴെ ഭാഗം നമ്മൾ 15 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെക്കണം. നമുക്ക് ഇവിടെ ഷേപ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടി താഴേക്ക് ഒന്നുകൂടെ വരയ്ക്കുക. ഒന്നൊരു ഷേപ്പിൽ വരച്ചിട്ട് ഈ നാടെ ഒന്നും കൂടി ടേപ്പൊന്നും കൂടി താഴേക്ക് പിടിച്ചാൽ മതി. ഈ 2 ഇഞ്ച് നമ്മൾ ഷേപ്പ് കൊടുക്കാൻ ആക്കിയോടത്തേക്ക് ഒന്ന് വരച്ചാൽ മതി. അങ്ങനെ പിടിച്ചാൽ മതി. നമുക്കത് സ്കെയിൽ വെച്ച് വരയ്ക്കാം. നമുക്കിത് ഇവിടെ കൂടി ഷേപ്പ് വരയ്ക്കണം. തുണീനെ ഇപ്പോൾ നമ്മൾ 4 ആക്കി മടക്കിയെന്നാണ്. ഇറക്കൊക്കെ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച്
കൂട്ടാം, ഇറക്കും വാങ്ങും. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കണം. നമുക്കിനി ഇത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ ഈ ഷേപ്പ് വരുന്ന ഭാഗം ഒന്ന് വെട്ടി കൊടുക്കാം. അത് നമുക്കപ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെട്ടി കൊടുക്കുന്നത്. നമുക്കിതിൻ്റെ കൈയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. കൈൻ്റെ ഇറക്കം നമുക്ക് 14 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടി കൂട്ടണം. 1/2 ഇഞ്ച് മുകളിലേക്ക് പോകണം, താഴെ 1 ഇഞ്ച് മടക്കിയെടുക്കാൻ. അപ്പം നമുക്ക് 15.5 ഇഞ്ച് കിട്ടണം. അത് നമുക്കിവിടെ അടയാളപ്പെടുത്താം. എന്ന് പറയാം. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇറക്കെടുക്കുമ്പോഴും ഇറക്കത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് തുന്നൽത്തുമ്പ് 1/2 ഇഞ്ചും പോകണം, താഴെ ഭാഗത്തേക്ക് 1 ഇഞ്ചും പോകണം. അങ്ങനെ നമ്മൾ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് വേണം എടുക്കാൻ. അതിൻ്റെ താഴത്തെ വേണം നമ്മൾ 6 ഇഞ്ച് എടുക്കണം. മുകളിൽ നിന്ന് ഇവിടെ നിന്നൊരു 3.5 ഇഞ്ച് താഴ്ത്തി കൊടുക്കണം. ഇവിടെ നിന്ന് നമ്മൾ ഒരു 8.5 ഇഞ്ച് എടുക്കുകയാണ്. അതായത് കൈക്കൂടി നോക്കിയാൽ മനസ്സിലാവും. അതൊന്ന് ഇതിൽ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ഇങ്ങോട്ട് വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് കൊടുക്കാനുള്ളതും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. നമുക്കിതിന് ഷേപ്പ് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത് ചോക്ക് അമർത്തി വരച്ചിരിക്കുന്നത്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ കട്ടിങ് കഴിഞ്ഞു. ഇതിൻ്റെ കഴുത്തൊക്കെ നമ്മൾ പീസ് വെച്ച് മറച്ചെടുക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എഴുതണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയറും ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.